ലൈഫ് ടു ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മളൊരു പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ലക്ഷ്യമുള്ളവരാണല്ലോ, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് തരാം. നമുക്കെപ്പോഴും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരായിരിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരെ കുറിച്ചുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ 10 പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ എനിക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടണമെന്നൊരു ലക്ഷ്യം കാണുമല്ലോ. നമ്മുടെ കഴിവൊക്കെ അനുസരിച്ചുള്ളൊരു പെർസെൻറ്റേജ് നമ്മൾ ലക്ഷ്യം വെച്ച് കാണും. അപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഒന്നാമത്തെ കാര്യമായിട്ട് സെലക്ട് എ ഗോൾ. നമ്മളൊരു ലക്ഷ്യം ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ 90% മാർക്ക് മേടിക്കാനാണെങ്കിൽ അത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തിനാണ് എനിക്കിത് ഈ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മളറിയാം, മേ ബി നമ്മൾ ഹൈ പെർസെൻറ്റേജ് ആണെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം, നമ്മുടെ ഭാവി ജീവിതം ഏറ്റവും മനോഹരമായി വിജയപ്രദമാകുന്നതിന് വേണ്ടി പല പല കാരണങ്ങൾ കാണും. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നത്, ഈ ലക്ഷ്യത്തിൽ ഞാൻ എന്താണ് എത്തിച്ചേരുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിച്ച് പഠിക്കണം. എങ്കിലാണ് നമ്മൾ കൂടുതൽ മോട്ടിവേറ്റ് ആയിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിലൂടെ എനിക്ക് കിട്ടുന്ന മെറിറ്റ്, റിവാർഡ്സ്, അതിലൂടെ കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം, നല്ല കോളേജ് അഡ്മിഷൻ കിട്ടി, നമ്മുടെ ഫ്യൂച്ചറൊക്കെ സക്സസ് ആയെങ്കിൽ എന്താ പറ്റുന്നത്, നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റും അല്ലേ, നമ്മുടെ ഒരു ജീവിതമൊക്കെ നന്നായിട്ടും. അപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് എനിക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ചിന്തിച്ച് കഴിയണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലക്ഷ്യങ്ങളെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് തിരിക്കണം. അപ്പം നമുക്കറിയാം, ഈ 90% മാർക്ക് വേണം എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സൊക്കെ അറ്റൻറ്റീവായിട്ടിരിക്കണം, നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതണം, റെഗുലറായിട്ട് നമ്മൾ പേഴ്സണൽ സ്റ്റഡീസൊക്കെ നടത്തണം, എല്ലാ ആഴ്ചയും റിവിഷനൊക്കെ ചെയ്യണം. അങ്ങനെ ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനായിട്ടുള്ള സബ് ഡിവിഷൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. എങ്കിലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ള സ്റ്റുഡൻസ്, ഈ ടോപ്പിക്കുകൾ, ഈ പോയിൻറ്റ്സുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഞാനൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പോകുന്നത്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ട് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.